നമ്മൾ ഈ വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ ചരിത്രത്തെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു പോകണമെന്ന് കേൾക്കുന്നു. കാരണം ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള വലിയ മത്സരവും ഇപ്പോൾ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. 96-ലെ ഇ.കെ. നായനാർ സർക്കാരിന്റെ കാലത്താണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഗൗരവതരമായ ആലോചനകൾ സംസ്ഥാനം ആരംഭിക്കുന്നത്. അന്ന് അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനൊക്കെ വരുന്നു, ഒരു കമ്മിറ്റിയൊക്കെ വരുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. 2001-ൽ സർക്കാർ മാറുന്നു, UDF സർക്കാർ വരുന്നു. എ.കെ. ആന്റണിയാണ് മുഖ്യമന്ത്രിയായി അധികാരത്തിലേൽക്കുന്നത്. വിഴിഞ്ഞത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കാത്ത നാളുകൾ കടന്നു പോകുന്നു. 2003-ൽ 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും 2004-ൽ 3 വർഷങ്ങൾക്ക് ശേഷം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്നു. അന്നും വിഴിഞ്ഞത്തെക്കുറിച്ച് അധികം പറഞ്ഞു കേൾക്കുന്നില്ല. പിന്നീട് 2006-ൽ VS സർക്കാർ അധികാരത്തിൽ വരുന്ന സാഹചര്യം, അതിൻ്റെ അവിടെ തൊട്ടാണ് പിന്നീട് വിഴിഞ്ഞം കൂടുതൽ ഗൗരവതരമായി നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. 2006 സെപ്റ്റംബർ 18 നേരത്തെ നായനാർ സർക്കാർ ആലോചിച്ച വിഴിഞ്ഞം പദ്ധതിക്ക് അനുമതി നേടിയെടുക്കുമെന്ന് അന്ന് മന്ത്രിയായിരുന്ന M. വിജയകുമാർ വ്യക്തമാക്കുന്നു. 2009 നവംബർ 13 വിഴിഞ്ഞം പദ്ധതി പഠനത്തിനായി LDF സർക്കാർ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയമിക്കുന്നു. അടുത്ത ഘട്ടം 2010 പദ്ധതിക്കായി IFC ലാൻഡ് ലോഡ് മോഡൽ വിഭാവനം ചെയ്ത് ടെൻഡർ വിളിക്കാനായുള്ള നടപടികൾ LDF സർക്കാർ ആരംഭിക്കുന്നു. ആഗസ്റ്റ് 11-ന്, അതായത് 2010 ആഗസ്റ്റ് 11-ന് ആദ്യഘട്ട പ്രവൃത്തി VS അച്യുതാനന്ദൻ, അന്നത്തെ കേരള മുഖ്യമന്ത്രി, ഉദ്ഘാടനം ചെയ്യുന്നു. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലടക്കം അന്നത്തെ ഹിന്ദു പത്രത്തിന്റെ ആ വാർത്തയടക്കം പ്രചരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ആ തുറമുഖത്തിന്റെ മോഡൽ നോക്കിക്കാണുന്ന മുഖ്യമന്ത്രി ആയിരുന്ന VS അച്യുതാനന്ദന് പണമടക്കം വെച്ചുകൊണ്ടാണ് ആ വാർത്ത നമ്മുടെ മുൻപിലുള്ളത്. അടുത്ത നടപടി എന്ന് പറയുന്നത് ടെൻഡറാണ്. ആദ്യ റൗണ്ട് ടെൻഡർ ലഭിച്ച കമ്പനിയെ ചൈനീസ് ബന്ധം ആരോപിച്ച് കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ പദ്ധതിക്ക് അനുമതി നിഷേധിക്കുന്നു. വീണ്ടും ടെൻഡർ നടപടികളിലേക്ക് 2ാം റൗണ്ടിൽ LDF സർക്കാർ പോകുന്നു. LDF സർക്കാർ വീണ്ടും ടെൻഡർ നടപടിയിലേക്ക്. രണ്ടാമത് ടെൻഡർ ലഭിച്ച ലാൻഗോ ഗ്രൂപ്പിനെതിരെ സൂൺ ഡെവലപ്പേഴ്സ്, ആദ്യം ടെൻഡർ ലഭിച്ച കമ്പനി, അവർ കോടതിയെ സമീപിക്കുന്നു. അങ്ങനെ ലാൻഗോ ഗ്രൂപ്പ് പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു. 2012 ഒക്ടോബർ 23, അതായത് സർക്കാർ മാറുകയാണ്. 2011-ൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരികയാണ്. വീണ്ടും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി വരുന്ന കാലം. 2012 ഒക്ടോബർ 23 പദ്ധതിയിലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മെല്ലപ്പോക്ക് നയത്തിനെതിരെ LDFന്റെ കൺവെൻഷൻ, അതൊരു സമരപ്രഖ്യാപനമായിരുന്നു. ആ കൺവെൻഷൻ, ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി LDFന്റെ വലിയ സമരങ്ങൾ വരുന്നു. 2013 ഏപ്രിലിൽ വിഴിഞ്ഞം തുറമുഖം അട്ടിമറിക്കുന്നതിനെതിരെ വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ LDF മനുഷ്യച്ചങ്ങല, DYFI രാജ്ഭവൻ മാർച്ച്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ, അന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം അടക്കം അതിൽ കണ്ണികളാകുന്ന വലിയൊരു ബഹുജന പ്രക്ഷോഭത്തിന് തിരുവനന്തപുരം സാക്ഷിയാകുന്നു. ഒരു തുറമുഖത്തിന് വേണ്ടി LDF UDF സർക്കാരിനെതിരെ സമരത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ച അന്ന് നമ്മൾ കണ്ടു. 2014 ജനുവരി 8 നിയമസഭയിൽ വിഴിഞ്ഞം വിഷയത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം വരുന്നു. 2015 ജൂൺ 10 പദ്ധതി റീടെൻഡർ ചെയ്ത് ഉമ്മൻചാണ്ടി സർക്കാർ അദാനി ഗ്രൂപ്പിന് കൈമാറുന്നു. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അദാനിക്ക് കരാർ ഒപ്പിടുന്നു. ആ കരാർ ഇങ്ങനെയാണ്: 7525 കോടിയുടെ കരാറിൽ 5071 കോടി സർക്കാരും ബാക്കി 2454 കോടി മാത്രം അദാനിയും കണ്ടെത്തുന്ന BOT മോഡൽ കരാർ പ്രകാരം 20 വർഷത്തേക്ക് സംസ്ഥാനത്തിന് ലാഭവിഹിതമില്ല. അതിനുശേഷം 1% വീതം ലഭിക്കും. അങ്ങനെയായിരുന്നു അന്ന് ആ കരാർ വന്നത്. LDFന്റെ നിലപാട് ആ കരാറിൽ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കരാർ വ്യവസ്ഥകളെ LDF അന്ന് ശക്തമായി എതിർത്തിരുന്നു. കരാറിൽ നിന്ന് പിന്മാറിയാൽ അദാനിക്ക് നൽകേണ്ടി വരുന്ന നഷ്ടപരിഹാരവും തുറമുഖത്തിന്റെ വികസന സാധ്യതകളും മനസ്സിലാക്കി പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കി. അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടതെല്ലാം സമീപകാല ചരിത്രം. 1ാം പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കുന്നു. ഈ തുറമുഖം ഏത് വിധേനയും യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളിലേക്കുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ പ്രകൃതി ദുരന്തങ്ങളും പ്രളയവും ഓഖിയും അങ്ങനെ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റുമെല്ലാം ആഞ്ഞടിക്കുന്നു പ്രതിബന്ധങ്ങളായി. അതിനിടയിൽ മനുഷ്യനിർമ്മിതമായ സമരങ്ങളടക്കം ഈ തുറമുഖത്തിനെതിരെ അവിടെ ഉയർന്നു വരുന്ന കാഴ്ചകൾ നമ്മുടെ മുൻപിൽ വരുന്നു. അതിനെയെല്ലാം ഇച്ഛാശക്തിയോടെ മറികടന്നുകൊണ്ട് ഒടുവിലിതാ ഇന്ന് ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. നാളെ ഔദ്യോഗിക സ്വീകരണത്തോടെ സാൻ ഫെർണാണ്ടോയെ നമ്മൾ വരവേൽക്കുകയാണ് വിഴിഞ്ഞത്തേക്ക്. ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിൻ്റെ നാൾ വഴികളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇതാണ് വിഴിഞ്ഞം തുറമുഖം കടന്നു വന്ന ചരിത്ര വഴികൾ. വിഴിഞ്ഞം നേരിട്ട വെല്ലുവിളികൾ അനവധിയുണ്ട്. വിജിൻ, ഒരിക്കൽ കൂടി വിജിൻ, കുറച്ചുകൂടി ദൃശ്യമായി തുടങ്ങിയോ സാൻ ഫെർണാണ്ടോയെ? നമ്മളുടെ ക്യാമറമാൻ സജു പകർത്തിയ ദൃശ്യങ്ങളിൽ നിന്ന് ഈ സാൻ ഫെർണാണ്ടോയിലെ കണ്ടെയ്നറുകൾ ഉൾപ്പെടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്ന 3 ടഗുകൾ അത് അവിടെ തന്നെ നിൽക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യ ടഗ് കപ്പലിന് അടുത്തെത്തി അതിനെ സ്വീകരിച്ച് ആനയിച്ച് ഈ ഗ്രീൻ സിഗ്നൽ ലഭിക്കുന്ന ഈ 3 ടഗുകൾ നിലയുറപ്പിച്ച പ്രദേശത്തേക്കാണ് എത്തുക. അതിനുശേഷം ആയിരിക്കും കറങ്ങി ഈ ബർത്തിനടുത്തേക്ക്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ബർത്തിനടുത്തേക്ക് ഈ കപ്പലിനെ ആനയിച്ച ടഗുകൾ പോവുക. എന്തായാലും ദൃശ്യങ്ങളിലെ ആ മനോഹാരിത
തന്നെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചതുപോലെ നിറഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥയും അതിന് പൂർണ്ണമായും അനുയോജ്യമായി ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ദൃശ്യങ്ങളിൽ ഇപ്പോൾ ആ ഓറഞ്ച് നിറത്തിലുള്ള സാൻ ഫെർണാണ്ടോ കപ്പലും ഒപ്പം തന്നെ ആദ്യ ടെഗ് ഈ സാൻ ഫെർണാണ്ടോയെ ആനയിച്ച് കൊണ്ടുവരാനുള്ള ആദ്യ ടെഗും നിലയുറപ്പിച്ച ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ കണ്ട പൊസിഷനിൽ നിന്ന് അല്പം തിരിഞ്ഞ് ഇപ്പുറത്തെ 3 ടെഗുകൾ നിൽക്കുന്ന ഗ്രീൻ സിഗ്നൽ നൽകുന്ന കപ്പൽച്ചാലിന്റെ ഏറ്റവും ഇങ്ങേ അറ്റത്തെ ഭാഗത്തേക്ക് ആ കപ്പൽ ആ ദിശയിലേക്ക് നിലയുറപ്പിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് എത്തും. ഈ ആഴിമലയിലും പ്രദേശങ്ങളിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലുമൊക്കെ വലിയ തരത്തിലുള്ള ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞു. ആഴിമല അമ്പല കമ്മിറ്റിയുടെയൊക്കെ നേതൃത്വത്തിൽ കരിമരുന്നും അതുപോലെ തന്നെ പഞ്ചവാദ്യങ്ങളും ഒക്കെയുടെ അകമ്പടിയോടെയാണ് ഇതിനെ ആനയിക്കാനായി എത്തിയിരിക്കുന്നത്. അതിനുശേഷം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആ ഭാഗത്തേക്ക് എത്തുന്നതോടുകൂടി വിസിൽ അധികൃതരും ഒപ്പം തന്നെ ജില്ലാ കളക്ടറും ഒക്കെ ചേർന്ന് ആഘോഷ പരിപാടികൾക്ക് തുടക്കമിടും. നാളെ രാവിലെ 10 മണിയോട് അടുക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വാട്ടർ സല്യൂട്ട് നൽകി ഈ സാൻ ഫെർണാണ്ടോയെ സ്വീകരിക്കുക. തുടർന്ന് ആദ്യ മദർഷിപ്പിലെ ആദ്യ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് ഇറക്കും. അതിന്റെ ട്രയൽ റൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഒപ്പം തന്നെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി ഉൾപ്പെടെ സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ മുഴുവൻ ആളുകളും പങ്കെടുക്കും. ഒപ്പം തന്നെ ഈ പ്രദേശത്തെ പൗരപ്രമുഖർ ഒപ്പം മതമേലധ്യക്ഷന്മാർ എല്ലാം പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ആഘോഷ പരിപാടി ആദ്യ ക്രെയിനുമായി വഹിച്ചുള്ള കപ്പൽ എത്തിയതിന് സമാനമായ രീതിയിലുള്ള വലിയ ആഘോഷ പരിപാടികളാണ് സംസ്ഥാന സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഈ നാട്ടിലെ മാത്രമല്ല, കഴിഞ്ഞ തവണ നമ്മൾ ആദ്യ ക്രെയിൻ വഹിച്ചുള്ള കപ്പൽ എത്തുന്ന സാഹചര്യത്തിൽ നമ്മൾ കണ്ടത് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം ആളുകൾ അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച കണ്ടിരുന്നു. പൂർണ്ണമായും ആവേശത്തിലേക്ക് തുറമുഖത്തിന്റെ യാർഡും ഒപ്പം തന്നെ അതിന്റെ പ്രദേശങ്ങളും മാറുന്ന കാഴ്ച കണ്ടിരുന്നു. നാളെയും അതിന് സമാനമായ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ ആയിരിക്കും നടക്കുക. എന്തായാലും രാജ്യത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറാൻ പോകുന്നു. അതിന്റെ ആദ്യ കമ്മീഷനിങ്ങിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന സർക്കാരിന്റെ ഒക്കെ ഇച്ഛാശക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തലയെടുപ്പോടുകൂടി നാളെ മുതൽ ഉയർന്നു നിൽക്കും. എന്തായാലും സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി മാറാൻ പോകുന്നു അന്താരാഷ്ട്ര തുറമുഖം. അതിന് വലിയ പ്രതിബന്ധങ്ങളെ സർക്കാരിനും കേരളത്തിനും അതിജീവിക്കേണ്ടി വന്നു എന്നുള്ളതും പ്രധാനമായി എടുത്തു കാണേണ്ട ഒരു കാര്യമാണ്. അതുതന്നെയാണ് ആ അതിജീവനം തന്നെയാണ് നമ്മുടെ ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രീൻ സിഗ്നൽ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അതിന് തൊട്ടടുത്തായി 3 ടെഗുകൾ, ഒപ്പം തന്നെ കപ്പലിനോട് തൊട്ടടുത്ത് ഒരു ടെഗ്, അതാണ് ആനയിച്ചു കൊണ്ടുവരിക. നമ്മൾ നേരത്തെ നമുക്ക് ഒക്കെ പരിചയമുള്ളത് അരിക്കൊമ്പനെയും അതുപോലെ തന്നെ മറ്റ് കൊമ്പനാനകളെയും ഒക്കെ തളക്കാൻ കുങ്കിയാനകളുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമം പോലെ ഒരുപക്ഷെ 4 ടെഗുകൾ ഈ പടുകൂറ്റൻ കപ്പലിന് പടുകൂറ്റൻ കൊമ്പന് അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ആ കൊമ്പനെ തളച്ച് മെരുക്കി പൂർണ്ണമായും നിയന്ത്രണം ഏറ്റെടുത്ത് സാൻ ഫെർണാണ്ടോവുമായി ഈ ടെഗുകൾ ആദ്യ ചരക്ക് കപ്പലിനെ സ്വീകരിച്ച് ആനയിച്ച് വിഴിഞ്ഞം കേട്ടില്ല മെരുക്കിയിട്ട് നമുക്ക് ആ വിഴിഞ്ഞത്തങ്ങ് കെട്ടിയിടാം. എങ്ങനെ ഉണ്ടാവും? തീർച്ചയായും അങ്ങനെ മെരുക്കി അവിടെ കൊണ്ട് കെട്ടിയിടും. പക്ഷേ വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് ആ കൊമ്പനെ കൊണ്ടുപോകേണ്ടതുണ്ട് മെരുക്കി. ഇനിയും ഒരുപാട് പടുകൂറ്റൻ കൊമ്പന്മാർ വിഴിഞ്ഞത്തേക്ക് എത്തും. അതിനെയൊക്കെ ഈ രീതിയിൽ തന്നെ ഈ കുങ്കി ആനകളെ പോലെ തലയെടുപ്പോട് നിൽക്കുന്ന ടഗുകൾ ചേർന്ന് സ്വീകരിച്ച് ആനയിച്ച് നിയന്ത്രണങ്ങൾ ഏറ്റെടുത്ത് ഇനിയും ഒരുപാട് ഏറ്റവും വലിയ കപ്പലുകൾ തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് എത്തിക്കും. മനു, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്തു കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അനുബന്ധ പ്രവർത്തികളാണ്, അനുബന്ധ വികസനങ്ങളാണ്. എന്തായാലും റോഡിന്റെ ദൃശ്യങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാൻ ഫെർണാണ്ടോ എന്ന പടുകൂറ്റൻ കപ്പലിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ ദൃശ്യങ്ങളിൽ നമുക്ക് അവൻ ചെറുതായിട്ട് തോന്നും, പക്ഷേ അതിഭയങ്കരനാണ് അവൻ. 300 മീറ്റർ നീളമുണ്ട് സാൻ ഫെർണാണ്ടോയ്ക്ക്. 300 മീറ്റർ എന്ന് പറയുമ്പോൾ വെറുതെ ഒന്ന് മനസ്സിൽ കണക്ക് കൂട്ടിക്ക്. 300 മീറ്റർ ദൂരമുള്ള ഒരു കപ്പൽ കടലിലൂടെ വരുന്നൊരു കാഴ്ച, ഇത് തീരത്തോടടുക്കുമ്പോൾ എത്രമാത്രം ഭീമാകാരമായിരിക്കുമെന്ന് ഓർത്തു നോക്കുക. ഈ ദൃശ്യങ്ങൾ നമുക്ക് സൂം ചെയ്യുമ്പോൾ പോലും ഇത്രയും പക്ക ആയിട്ട് ഇത്രയും വലിപ്പത്തോടെ കാണണമെങ്കിൽ ആ കപ്പലിന്റെ വലിപ്പം എന്തായിരിക്കും, ആ കപ്പൽ അടുക്കുന്ന വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ എന്തായിരിക്കും, വിഴിഞ്ഞത്തിന്റെ പ്രത്യേകതകൾ എന്തായിരിക്കും, വിഴിഞ്ഞത്തിന്റെ ഒരു അന്തസ് എന്തായിരിക്കും, ഒന്ന് കണ്ടറിയുക തന്നെ വേണം. ഇതാ വരികയാണ് സാൻ ഫെർണാണ്ടോ. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളിൽ വെളിച്ചം പകർന്നുകൊണ്ട് നമ്മുടെ മണ്ണിലേക്ക്
സ്വീകരിക്കാം, അടിച്ചു കയറി വരാൻ പറയാം നമുക്ക് കേരളത്തിലേക്ക്. എല്ലാവരും ഒത്തൊരുമയോടെ സ്വീകരിക്കാൻ നിൽക്കുന്ന കാഴ്ച. നാളെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വാട്ടർ സല്യൂട്ട് നൽകി ഈ പടുകൂറ്റൻ കപ്പലിനെ സ്വീകരിക്കും. അതോടുകൂടി നമ്മുടെ ചരിത്രം നമ്മൾ മാറ്റിയെഴുതുകയാണ്. പുതിയൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി വിഴിഞ്ഞമെന്ന് പറയുന്ന സുപ്രധാന പദ്ധതിയിലായിരിക്കും ലോകത്തിന്റെ കണ്ണുകൾ. കാരണം ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് അന്താരാഷ്ട്ര കപ്പൽ കമ്പനികളൊക്കെ താല്പര്യം ഇപ്പോൾ തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഈ പറയുന്ന പോലെ MSCയും കരീബിയനും ഈ മെർസ്കും എല്ലാം ഉണ്ട്. ലോകത്തെ പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ ഇങ്ങോട്ടേക്ക് വരാനുള്ള താല്പര്യം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കേരളം മാറുകയാണ് എന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല. ആ മാറ്റം ഓരോ നിമിഷവും നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ പോയ 8 വർഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തേക്ക് കടന്നു വരുന്ന ഈ സുപ്രധാന മിനിറ്റുകൾ. ടഗുകൾ വഴികാട്ടിയായി സാൻ ഫെർണാണ്ടോയെ കൊണ്ടുവരികയാണ് വിഴിഞ്ഞത്തിന്റെ തീരത്തേക്ക്, കേരളത്തിന്റെ സ്വപ്ന ഭൂമിയിലേക്ക്. ഇതാ കടന്നു വരുന്നു സാൻ ഫെർണാണ്ടോ. ആ കാഴ്ചകൾ നമ്മൾ ഏറ്റവും മനോഹരമായി പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുകയാണ്. മെല്ലെയാണ് കടന്നു പോകുന്നത്. പറയൂ. മനു, ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ആ സാൻ ഫെർണാണ്ടോ എന്നെഴുതിയ പേര് കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സാൻ ഫെർണാണ്ടോയുടെ പേരും ഒപ്പം തന്നെ ചെറുതും വലുതുമായ നിരവധി കണ്ടെയ്നറുകളും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ആ ദൃശ്യങ്ങൾ കൂടുതൽ മനോഹാരിതയിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നേരിട്ട് കാണാൻ കഴിയുന്ന നിലയിലേക്ക് കപ്പലിൽ ഇങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ദിശയിൽ ആയിരിക്കും ഈ ടഗ് കപ്പലിനെ ആനയിച്ച് അതിന്റെ പച്ച സിഗ്നൽ കാണുന്ന തൊട്ടടുത്ത കപ്പൽശാലയുടെ ഏറ്റവും ഇങ്ങേ അറ്റത്തെ ഭാഗത്തേക്ക് ആനയിച്ചു കൊണ്ടുവരും. അവിടെയാണ് 3 ഈ ടഗുകൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ആ 3 ടഗുകൾ കൂടി ചേർന്ന് ഇതിന്റെ പൂർണ്ണമായ നിയന്ത്രണം, സാൻ ഫെർണാണ്ടോയുടെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കും. എന്തായാലും നമ്മുടെ ക്യാമറമാൻ സജു പകർത്തുന്ന ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി വ്യക്തമാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ മനോഹാരിതമായ ഒരു കാഴ്ച. ഈ രാവിലെ വിഴിഞ്ഞം പ്രദേശം മുഴുവൻ ഈ ഇത്തരത്തിലുള്ള മനോഹരമായ ഈ ദൃശ്യങ്ങളാൽ ഒരു വലിയ തരത്തിലുള്ള ആവേശത്തിലേക്ക് ഉണർന്നിരിക്കുന്നു. ചെണ്ടമേളങ്ങളുടെയും ഒപ്പം താലപ്പൊലിയും സെറ്റുസാരി ഉൾപ്പെടെ ഉടുത്ത് നിലയുറപ്പിച്ച സ്ത്രീകളും ഒക്കെ ഇവിടെ നിറഞ്ഞു കഴിഞ്ഞു. എന്തായാലും അല്പസമയത്തിനകം ഈ സാൻ ഫെർണാണ്ടോയെ സ്വീകരിച്ചാനയിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഏറ്റവും അടുത്ത പ്രദേശത്ത് ഏറ്റവും അടുത്ത ഭാഗത്തേക്ക് എത്തിക്കും. പിന്നീടാണ് ബർത്തിന് തൊട്ടടുത്തേക്ക് എത്തിക്കുക. അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാട്ടർ സല്യൂട്ട് നൽകി സാൻ ഫെർണാണ്ടോയെ സ്വീകരിക്കുക. അതിനുശേഷമായിരിക്കും കണ്ടെയ്നറുകൾ ഓരോന്നായി 1500ഓളം കണ്ടെയ്നറുകൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്ക് ഇറക്കും. ആദ്യത്തെ ചരക്ക് കപ്പൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തൊട്ടടുത്തെത്തുന്നു. നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന രീതിയിൽ അതിന്റെ ദൃശ്യങ്ങൾ അതിമനോഹരമായി കാണാൻ കഴിയുന്ന രീതിയിലേക്ക് ആ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആവേശം നൽകുന്ന കാഴ്ച. അതേ ആവേശം ഈ കരയിലും പ്രകടമാകുന്നു എന്നുള്ളതും വലിയ ആവേശം നൽകുന്നു. ഈ രാവിലെ എന്തായാലും നല്ല കാലാവസ്ഥയിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് സാൻ ഫെർണാണ്ടോ. അതിന്റെ ദൃശ്യങ്ങൾ, അതിലെഴുതി വെച്ചിട്ടുള്ള പേര്, ഒപ്പം തന്നെ കണ്ടെയ്നറുകൾ, ചെറുതും വലുതുമായ കണ്ടെയ്നറുകൾ ഒക്കെ നിരത്തി വെച്ചിരുന്ന ദൃശ്യങ്ങൾ ഏറെ മനോഹരമായി മാറുന്നു. പ്രേക്ഷകർ കൈരളി ന്യൂസിലൂടെ തത്സമയം കാണുന്നു. സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന പടുകൂറ്റൻ കപ്പൽ വിഴിഞ്ഞത്തേക്ക് വരുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച. ലോകമേ കൺതുറന്നു കാണുക. ഇതാ കേരളം വിഴി തുറക്കുന്നു, വിഴിഞ്ഞം വിഴി തുറക്കുന്ന കാഴ്ച. ഞങ്ങളുടെ തിരുവനന്തപുരം, ഞങ്ങളുടെ കേരളം, ഞങ്ങളുടെ വിഴിഞ്ഞം ഇതാ അന്താരാഷ്ട്ര മേഖലകളിലേക്ക്, തുറമുഖ പട്ടികയിലേക്ക് തലയെടുപ്പോടെ ഇങ്ങനെ കയറി വരുന്ന കാഴ്ചയുണ്ടല്ലോ. ഇതാണ് കേരളം ഇന്ത്യക്ക് നൽകുന്ന സന്ദേശം. കേരളം ഒരു മാറിയ വേറിട്ട ഇടമാണെന്ന് ഒരിക്കൽ കൂടി നമ്മൾ ലോകത്തോട് പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് സുസ്വാഗതം. ലോകത്തുള്ള ഏത് കപ്പലിനെയും ഞങ്ങൾ ക്ഷണിക്കുന്നു വിഴിഞ്ഞത്തേക്ക്. ധൈര്യമായിട്ട് വരാം. നിങ്ങൾക്കിവിടെ സുഖമായി വന്നിറങ്ങാം, സുഖമായി ഞങ്ങളുടെ നാട് കാണാം, ഞങ്ങളുടെ വികസന പദ്ധതികളിൽ പങ്കാളികളാകാം. അങ്ങനെ എത്രയോ കാഴ്ചകൾ നമ്മുടെ മുന്നിൽ ബാക്കി നിൽക്കുന്നു.